ഈ തലമുറയിലെ ഐസക് ജനറേഷനിൽപ്പെട്ട നിനക്ക് വേണ്ടി ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഒരു ദൈവീക കരുതൽ വെളിപ്പെടാൻ പോകുന്നു. ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതിലൂടെ. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വളരെ പവർഫുള്ളായിട്ടൊരു മെസ്സേജാണ് നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. തുടർമാനമുള്ള ചിന്തയായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ ആവർത്തിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരാം. ഫസ്റ്റ് ദൈവം നമ്മളോട് സംസാരിച്ചത് ഐസക് ജനറേഷൻ അതൊരു വാക്തത്വ തലമുറയാണെന്നുള്ളതാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വാക്തത്വമുണ്ടോ? നിശ്ചയമായിട്ടും ആമേൻ. ഐസക് ജനറേഷൻ്റെ ആ അഭിഷേകവും ആ വിടുതലും അനുഗ്രഹവും നിങ്ങളുടെ മേൽ കടന്നു വരും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഐസക് ജനറേഷൻ അനേകർക്ക് സന്തോഷമുണ്ടാക്കുന്ന, ചിരിയുളവാക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു ഒരു വലിയ വിരുന്ന്, നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവമാണ് വിരുന്ന്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഐസക് ജനറേഷൻ ഒരു സാധ്യതയുമില്ലാത്തടത്ത് ഹാലലൂയ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണ്. അങ്ങനെ ചില കെട്ടിനകത്തുനിന്ന് അവർ പുറത്തു വരും. അവിടെയും അനുസരണമാ പ്രയോജനമായി മാറും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു സാധ്യതയില്ലാത്തടത്ത്, യാതൊരു സാധ്യതയും ഇല്ലാത്തടത്ത് ഒരു ദൈവ കരുതൽ. വായിക്കാം 22:13 ഉൽപ്പത്തി. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. എത്രമാത്രം ദൈവ ചിന്തകൾ അതിനകത്തുണ്ട്. ആമേൻ. ഒന്നാമത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. പിമ്പുറത്തൊരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഐസക് ജനറേഷൻ്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ കാണാത്ത ചിലത് നീ കാണാൻ പോവാ. കഴിഞ്ഞ നിമിഷം വരെ കാണാത്ത ചിലത് നീ കാണാൻ പോവാ. എന്തോ കാണുന്ന കഷ്ടതയല്ല, ദാരിദ്ര്യമല്ല, ഞെരുക്കമല്ല, നന്മ കാണാൻ പോവാ. നന്മ കാണാൻ പോകുക. പിടിപെട്ട് കിടക്കുന്ന ചിലത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം കുരുക്കിയിട്ടേക്കുന്ന ചിലത് നീ കാണാൻ പോവുക. അത് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ വരാൻ പോവുക. ഈ ദൂത് നിങ്ങൾ കേട്ട് കഴിഞ്ഞ് വിട്ടുകളയല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മേലൊരു ഡെലിവറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പസമയം ഇതിന് പ്രാർത്ഥിക്കണം. ഈ മെസ്സേജ് കേട്ടിട്ട് അല്പസമയം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ ദൈവദാസൻ പറഞ്ഞത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ മറഞ്ഞിരിക്കുക, പക്ഷെ ഞാൻ അങ്ങേ അനുസരിക്കാൻ തയ്യാറാകുന്നു. ആമേൻ. എന്നെ ഒന്ന് കാണിക്കണമേ, എനിക്കത് കാണണം എന്ന് പറയാമോ? ആമേൻ. രണ്ടാമതായിട്ട് ആ ചിന്ത നിങ്ങൾ നോക്കിയേ. ഹല്ലേലൂയ. ആമേൻ. പകരം തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഭയങ്കര ദൂതാ കേട്ടോ. നിനക്ക് പകരം ദൈവം ചിലതിനെ കൊടുക്കാൻ പോവാ. യെശയ്യാവ് 43 വാക്യമുണ്ടേ. നമുക്കറിയാം, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. കാരണം നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ആമേൻ. നീ ദൈവത്തിൽ അത്രയ്ക്ക് വിലപ്പെട്ടവളാ. ഒരുപക്ഷെ നീ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച നിമിത്തം സമൂഹം നിനക്ക് അങ്ങനെ വില തരുന്നില്ലായിരിക്കാം. കുടുംബക്കാർ നിനക്ക് ഒരു മാന്യതയും തരുന്നില്ലായിരിക്കാം. പക്ഷെ സ്വർഗം പറയാ, നീ എനിക്ക് വിലയേറിയവനാ. നിനക്ക് പകരം ഞാൻ ചിലതിനെ കൊടുക്കും. പകരം ചിലതിനെ കൊടുത്തിട്ട് നിന്റെ ജീവനെ വീണ്ടെടുക്കും. യെസ്. അബ്രഹാം അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഒരു ഐസക് ജനറേഷന് വേണ്ടി ദൈവം ചിലത് അവൻ്റെ മുമ്പിൽ കാണിക്കുകയാണ്. 2, ആ ഇസഹാക്കിന് പകരം, അതെ കുഞ്ഞെ, ഞാൻ നീയും തീരേണ്ട സ്ഥാനത്ത്, ഞാൻ നിങ്ങൾ തകരേണ്ട സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും പകരം. ആ ക്രൂശി കിടക്കുന്ന നോക്കിയേ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ പകരം കിടക്കുക. അത് കൂടുതൽ ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ. കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. മൂന്നാമതായിട്ട് അവിടെ പറയുന്നു, അത് ഇന്ന് വരെയുമുണ്ട്. ആമേൻ. യഹോവ ഇരേ. ആമേൻ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. ഇന്ന് വരെയും. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ടോ ഒരു സീസൺ കൊണ്ടോ ദൈവം നിനക്കയക്കുന്ന വിടുതൽ തീരത്തില്ല. നിത്യത വരെ. ഒരു ദൈവശക്തി ഇപ്പോൾ നീ അനുഭവിക്കുന്നില്ലേ? ഒരു ദൈവസാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കുന്നില്ലേ? ഒരു സീസൺ കൊണ്ട് അത് തീരത്തില്ല കേട്ടോ.
ഒരാഴ്ച കൊണ്ട് തീരത്തില്ല കേട്ടോ. ഈ മെസ്സേജിൻ്റെ ഒരു ഭയങ്കര എഫക്റ്റ് വരും ദിവസങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കും. നിങ്ങൾ നിത്യതയിൽ എത്തുന്നത് വരെ, ഞാൻ ചുമ്മാ പറയാമല്ലോ, ഇതിനെ ഗൗരവത്തോടെ ഏറ്റെടുക്കണം. വളരെ ഗൗരവത്തോടെ ഈ ദൂതിനെ കാണണം. നിത്യതയിൽ എത്തുന്നത് വരെ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒറ്റ ദിവസമാണ് കാടേ കൊടുത്തത്, മന്ന കൊടുത്തത് അല്ല. ആമേ, ഒരു വാഗ്ദത്ത നാട്ടിൽ എത്തുന്നത് വരെ. യെസ്, അങ്ങനെ ചിലത് നിനക്ക് ദൈവം തരാൻ പോവാം. ഞാൻ പറയുന്നെങ്കിലും ഭൗതിക കാര്യമല്ല, മറിച്ച് ഐശ്വര്യവും സമ്പത്തും. സമ്പത്ത് അധ്വാനിച്ചാൽ നേടാൻ പറ്റും, പക്ഷെ ഐശ്വര്യം ദൈവം തന്നാലേ ഉള്ളൂ. ദൈവം തരാൻ പോവാ ചില ഈ ദിവസങ്ങൾ. 3 ദൂതും ഉള്ളിൽ കുറിക്കണേ. പകരം 2 കണ്ടു, 3 ഇന്ന് വരെ. ആമേ, ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. യെസ്, ഐസക് ജനറേഷനകത്ത് ഈ ഡെലിവറൻസുകളുണ്ട്, ഈ ബ്ലെസ്സിങ്ങുകളുണ്ട്, ഈ ബ്രേക്ക് ത്രൂ ഉണ്ട്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി, ഹൃദ്യമായി, ആഴമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുക കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു ബ്രേക്ക് ത്രൂ ഈ ദിവസങ്ങളിൽ കാണുവാൻ ഇടയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ വഹിക്കുകയും കൃപയെ പൊതിയുകയും മാനിക്കുകയും ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.